ഒരു മിഷൻ അക്കംപ്ലീഷ് ചെയ്ത ഒരു ദിവസമാണ് സ്വർഗാരോഹണം. സൃഷ്ടി മനോഹരമെന്ന് ദൈവം കണ്ടു. എന്നാൽ വീഴ്ചയുണ്ടായി. ആ വീണ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വലിയ അദമ്യമായ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ദൈവം ഒരു മനുഷ്യനായി അവതരിച്ച തിരു അവതാരം. യേശു തൻ്റെ മിഷൻ ആരംഭിക്കുമ്പോൾ 30 വയസ്സായി. നിക്കോദിമോസ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ആൾ വന്ന് യേശുവിനോട് ചോദിക്കുന്നു, വാട്ട് ഇസ് യുവർ പ്ലാൻ? എങ്ങനെയാണ് ഈ മനുഷ്യകുലത്തെ രക്ഷിക്കാനുള്ള നിന്റെ പ്ലാൻ? അപ്പോൾ യേശു നിക്കോദിമോസിനോട് പറഞ്ഞു, നീ പ്രമാണിയല്ലേ, വചനം അറിയാവുന്നതല്ലേ, ന്യായപ്രമാണം എടുത്തു നോക്ക്, സംഖ്യാപുസ്തകം 21-ാം അധ്യായം എടുത്തു നോക്കുക. മോശ മരുഭൂമിയിൽ പിത്തളസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യനെ പുത്രനെ ഉയർത്തണം. ദൈവത്തിനും മനുഷ്യർക്കും, ദൈവത്തിനും മോശയ്ക്കും എതിരായി പിറുപിറുത്ത ആളുകളെ കടിക്കാൻ വേണ്ടി ദൈവം അഗ്നിസർപ്പങ്ങളെ അയക്കുന്നു, അടിക്കുന്നു, കൊല്ലപ്പെടുന്നു, മരണപ്പെടുന്നു. അപ്പോൾ മോശയ്ക്ക് ദൈവത്തോട് പ്രതിവാദം ചെയ്തു, ഇവരെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയാണ് മരുഭൂമിയിൽ വന്നതെന്ന് തോന്നും. അപ്പോൾ ദൈവം ഒരു പ്രതിശാന്തി ഉണ്ടാക്കി, നീ പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കണം, ആ സർപ്പത്തെ നോക്കുന്നതിനാരും ഇനി മരിക്കില്ല. ഇതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്. ഇതാണ് ബോൺഹോഫർ എന്ന് പറയുന്ന ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു, യേശു മരിക്കാൻ വേണ്ടി വന്നയാളാണ്. മിഷൻ മുഴുവൻ മരണമാണ്. ഈ മരണത്തിലൂടെയാണ് ഈ ജനത്തെ വീണ്ടെടുക്കുന്നത്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, ജീവന്റെ അനുഭവത്തിലേക്ക് നടത്തുന്നത്. യേശു തൻ്റെ 3.5 വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ക്രൂശീകരണമുണ്ടായി. ഈ ക്രൂശിലെ മരണമാണ് വീണ്ടെടുപ്പിന് നിദാനമായി ഭവിച്ചത്. ക്രൂശിൽ യേശു പറയുന്നു, പിതാവേ, എല്ലാം നിവൃത്തിയായി, അയച്ച ജോലി പൂർത്തിയായി, ഞാൻ വരികയാണ്. രാത്രിയിലെ നമസ്കാരത്തിൽ പറയുന്നു, ആ പ്രാർത്ഥനയാണ് നാം എല്ലാവരും പങ്കിടുന്നത്. ഓരോ ദിവസവും അസ്തമിക്കുമ്പോൾ ജീവിതം ഒരു ഭാഗം പൂർത്തിയാകുന്നു. ഇൻടു ദൈ ഹാൻഡ്സ് ഐ ലോർഡ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്. ഈ പ്രാർത്ഥന ചൊല്ലിയാണ് എല്ലാ സന്ധ്യയിലും നമസ്കാരം കഴിഞ്ഞ ആളുകൾ കിടന്നുറങ്ങാൻ പോകുന്നത്. ഒരു ദിവസം പൂർത്തിയാകും. ഇതുപോലെ ആയുസ് മുഴുവൻ പൂർത്തിയാകും ദൈവത്തിലുള്ള പ്രാർത്ഥന. അങ്ങനെ കർത്താവ് ഏൽപ്പിച്ച ജോലി താൻ മരിച്ചുയർത്തുന്നതിന് ശേഷം 40 ദിവസം, ഈ 40 ദിവസം യേശുവിന് ഒരു മിഷൻ ഉണ്ടായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, തന്നിൽ വിശ്വസിച്ചിരുന്നവരെല്ലാവരെയും താൻ വാസ്തവമായി ഉയർത്തുമെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് യേശു പീലാത്തോസിൻ്റെ അടുത്ത് പോകാഞ്ഞത് എന്തുകൊണ്ട് എഴുതിയില്ല? പീലാത്തോസിനോട് തന്നെ പറയാമായിരുന്നു, എടാ പീലാത്തോസേ, നോക്ക്, നീ കുറ്റം വിധിച്ച കൊല്ലാൻ അനുവാദം കൊടുത്ത് ഞാനിതാ ജീവിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ പ്രത്യേകം പറയുന്നു, തന്നിൽ വിശ്വസിച്ചിരുന്നവരുടെ അടുത്ത് മാത്രമാണ് യേശു പോയത്. എത്ര ആളുകളുടെ അടുത്ത് പോയി കാണും? ഉയർത്തുന്നതിന് യേശു എത്ര ആളുകളുടെ അടുത്ത് പോയി? എത്ര ആളുകളുടെ അടുത്ത് പോയി കാണും? വേദപുസ്തക വായന വളരെ കുറവായതുകൊണ്ടാണ് ഉത്തരം പറയാൻ ബുദ്ധിമുട്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു, 500-ലധികം പേർക്ക് യേശു പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഞാൻ യേശു തന്നെ, നസ്രത്തിലെ യേശു തന്നെ, കുരിശിന്മേൽ തൂക്കപ്പെട്ടവനായ ഞാൻ തന്നെ, ഞാൻ ഉയർത്തിരിക്കുന്നു. കൈയും കാലും കാണിച്ച് യേശു അവരെ ബോധ്യപ്പെടുത്തി, പഴയ യേശു തന്നെ താൻ വാസ്തവമായി ഉയർത്തിവെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. തോമസ് അപ്പോസ്തലനെ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായി. എന്താ കാരണം നമുക്ക് തന്നെ അറിയില്ല. യേശുവിനെ അത്രമാത്രം സ്നേഹിച്ച മറ്റൊരു ശിഷ്യൻ ഇല്ലെന്ന് വേണേൽ പറയാം. എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, നമുക്ക് ഇവൻ്റെ കൂടെ പോകാം, മരിക്കാൻ പോകാം എന്നാണ് പറഞ്ഞത്. അപ്രകാരം മരിക്കാൻ ഒരുങ്ങിയവൻ യേശു 2ാമത് പ്രത്യക്ഷനാകുമ്പോൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ 10 പേരും തോമസിനോട് പറഞ്ഞു, വി ഹാവ് സീൻ ജീസസ്. ഞങ്ങൾ കർത്താവിനെ കണ്ടു, നമ്മുടെ കർത്താവ് കണ്ടു, ഞങ്ങളുടെ മുമ്പിൽ വന്നു, ഞങ്ങൾ അവൻ്റെ കൈയും കാലും കണ്ടു, മുറിവേറ്റ പാട് കണ്ടു. ബുദ്ധിപരമായ ഒരു ആക്ഷനിലോ സ്പർശനത്തിലോ അല്ല ദൈവത്തെ കാണുവാനും മനസ്സിലാക്കാനും പറ്റുന്നത്. വിശ്വാസത്തിലാണ് ദൈവത്തെ കണ്ടാൻ കഴിയുന്നതെന്ന് യേശു തോമസിനെ പഠിപ്പിക്കും. അപ്പോൾ തോമസ് അവിടെ നിന്ന് ഓടി മലബാറിന്റെ തീരത്ത് വന്ന് ഇന്ന് നമ്മെ എല്ലാവരെയും ക്രിസ്തു ശിഷ്യരാക്കാൻ കാരണം അപ്പോസ്തലന്റെ ഡെഡിക്കേഷനും തൻ്റെ ഗുരുവിനോടുള്ള പ്രതിബദ്ധതയുമായിരുന്നു.
10 ശിഷ്യന്മാരും രക്തസാക്ഷിത്വം വഹിച്ചാണ് യേശുവിനോട് നന്ദി പറഞ്ഞത്. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടത് മുഴുവൻ മരണം വരിച്ചുകൊണ്ടാണ് യേശുവിനോടുള്ള സ്നേഹം കാണിച്ചത്. ഈ 40 ദിവസത്തെ തൻ്റെ ജോലി പറഞ്ഞ് ഈ ആളുകളെ ഏൽപ്പിച്ച ശേഷം യേശു ആരോഹണം ചെയ്തു. ഒരു യുദ്ധം ജയിച്ച യുദ്ധവീരനെ പോലെയാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. 24-ാം സങ്കീർത്തനം സ്വർഗത്തിലെ മാലാഖമാർ പാടിയ പാട്ടാണെന്ന് പറയാറുണ്ട്. വാതിലുകളെ തലകളെ ഉയർത്തുക, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് മഹത്വത്തിന്റെ രാജാവ്? യുദ്ധവീരനായ യഹോവ. മിസസ് ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കുന്ന സമയത്ത് ആണ് കിഴക്കൻ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായത്. ആ യുദ്ധത്തിലാണ് പിന്നീട് ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടായി വന്നത്. ബംഗ്ലാദേശ് യുദ്ധം ജയിച്ചു വന്നത് ഫീൽഡ് മാർഷൽ മനക്ഷോ എന്ന് പറയുന്ന അദ്ദേഹമായി. യുദ്ധം ജയിച്ചു വരുന്ന കൂട്ടത്തിൽ പിടിച്ചുകൊണ്ടുവരുന്ന തടവുകാര്, അവിടുന്ന് കിട്ടുന്ന ധനം, സ്വർണം, വെള്ളി എല്ലാവരുമായിട്ട് വരുമ്പോൾ ജനങ്ങൾ ആരവത്തോടുകൂടെ സ്വീകരിക്കുന്ന ഒരു ഏർപ്പാട് മനക്ഷോയെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ നല്ല ഒരു ധീരനായ ഒരു നല്ല കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു അദ്ദേഹം. ഒരു യുദ്ധം ജയിച്ചു വന്ന ആളിനെ പോലെയാണ് യേശു സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ ഹിതം മാനിച്ച് പൂർത്തീകരിച്ച് ക്രൂശിലെ മരണത്തോളം മരണം സഹിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന കർത്താവിന്റെ ഒരു സഭ നന്ദി പറയുന്ന ദിവസമാണ് സ്വർഗാരോഹണ പെരുന്നാൾ. ഈ സ്വർഗാരോഹണ പെരുന്നാളിന് സഭയ്ക്ക് കിട്ടിയ 2 വലിയ ദർശനങ്ങളാണ്, വാഗ്ദാനങ്ങളാണ്, വാഗ്ദത്തങ്ങളാണ്. എന്തൊക്കെയാണ്? സ്വർഗാരോഹണ പെരുന്നാളിൽ സഭയ്ക്ക് കിട്ടിയ 2 ഉറപ്പ് എന്തൊക്കെയാണ്? നിങ്ങളിങ്ങനെ മൂകരായിരുന്നാൽ പോരാ. 2 ഉറപ്പുകൾ, 2 വാഗ്ദത്തം. ഒന്ന്, പരിശുദ്ധാത്മാവിനെ തരും. രണ്ടാമത്, പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ഇത് 2ഉം ക്രിസ്തു സഭയ്ക്ക് തന്നെയാണ്. ഈ 2 വലിയ ദിവസം, ഈ വലിയ ദിവസത്തിന്റെ വലിയ ഓർമ്മ അങ്ങനെയാണ്. ഇപ്രകാരം ഒരു വാഗ്ദത്തം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തതല്ല, പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് ലഭിച്ചു. അടുത്ത ഞായറാഴ്ച പെന്തിക്കോസ്തി പെരുന്നാൾ. സ്വർഗാരോഹണ പെരുന്നാളും പെന്തിക്കോസ്തിക്ക് ഇടയ്ക്കുള്ള ഞായറാഴ്ചയാണ് നാം കൂടി വന്നിരുന്നത്. ഈ ദിവസങ്ങളെല്ലാം ഇനി പ്രാർത്ഥനയുടെ ദിവസങ്ങളാകും, കാത്തിരിപ്പിന്റെ ദിവസങ്ങളെന്ന് പൗരസ്ത്യ സഭ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വിഷയങ്ങളുണ്ടോ? അവിടെയാണ് പ്രശ്നം. ഒന്ന്, പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഇനി പ്രാർത്ഥിക്കണ്ട. ലഭിച്ച പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടാൻ ഇടയാകരുതേ ദൈവമേ. ദാവീദ് പോലത്തെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് 51-ാം സങ്കീർത്തനം വായിച്ചു, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ ദൈവമേ. ലഭിച്ച പരിശുദ്ധാത്മാവിനെ എൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിയണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടോ? എങ്ങനെ അറിയാം? ഞാനൊരിക്കലെ അച്ഛനായ ഒരു വീട് സന്ദർശനത്തിന് പോയപ്പോൾ ഞാനൊരു അമ്മയുടെ വീട്ടിൽ ചെന്ന് അപ്പം അമ്മ എന്നോട് ചോദിച്ചു, അച്ചോ, അച്ഛന് പരിശുദ്ധാത്മാവുണ്ടോ? നിങ്ങളെപ്പോലെ ഞാനും മിണ്ടാതിരുന്നു. എന്നിട്ട് ഞാൻ മടങ്ങി പാഴ്സനേജിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം എന്നോട് പറയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്താ ഒന്നും മിണ്ടാതിരുന്നത്? അപ്പോൾ ഞാൻ, കർത്താവേ, എനിക്കൊരു അത്ഭുത രോഗശാന്തിപരമോ ഭാഷാജ്ഞാനമോ ഒന്നുമില്ലല്ലോ, നീ അറിയുന്നല്ലോ. അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, പാപബോധം ഉണ്ടായിട്ടില്ലേ? ഉണ്ട് കർത്താവേ, ഉണ്ട്. കർത്താവ് തന്നെ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നിനക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുണ്ടാകും. പാപബോധം നമ്മിൽ വരുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്.
വിശുദ്ധ സ്നാനം മൂലം നമുക്ക് കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടതിനാൽ കർത്താവിൻ്റെ ശരീരത്തിലുള്ള ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നല്ല ഉറപ്പ് വേണം. വിശുദ്ധ സ്നാനം മൂലം കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെടും. നിങ്ങളെല്ലാം കൃഷിക്കാരാണല്ലോ. ഒട്ടുമാവിൻ്റെ അതേ പ്രിൻസിപ്പിളാണ്. കൂടുതൽ ഫലമുണ്ടാകാൻ വേണ്ടി ഒരു കൊച്ചു തൊലി തായ്തടിയിൽ ചേർത്ത് വെച്ച് തുന്നി കെട്ടിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തായ്തടിയിലെ രസം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പുതിയ ഇലകളുണ്ടാകും, കൂടുതൽ ഫലമുണ്ടാകും. സ്നാനം മൂലം കർത്താവിൻ്റെ ശരീരത്തോട് നാം ചേർക്കപ്പെടുന്നതിനാൽ നമ്മുടെ പുതിയ ജീവന്റെ അനുഭവം ഉണ്ടാകും, പുതുക്കപ്പെടും. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. നിങ്ങൾ മരിച്ചാൽ ജീവിക്കുമോ? ഒന്നും പറയുന്നില്ലല്ലോ. ജീവിക്കുമോ? എന്താ ഉറപ്പ്? എന്താണ് ഉറപ്പ്? നിങ്ങൾ മരിച്ചാൽ ഉയർക്കുമെന്നുള്ളതിന് എന്താണ് തെളിവ്? എന്താണ് ഉയർപ്പ് ബലം? റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങളെയും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ഉയർപ്പിക്കും. നല്ല നിശ്ചയമുണ്ടാവും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മരണമുള്ള നിങ്ങളുടെ ശരീരത്തെ ഉയർപ്പിക്കും. ശവസംസ്കാര സമയത്ത് നാം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഇപ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു, ഇനി ആത്മാവ് തിരിച്ച് ശരീരത്തിൽ പ്രവേശിക്കുന്ന ഒരു കാലം ഉണ്ടാകും. അപ്പോൾ ജീവനുള്ള ദേഹിയായിട്ട് ഇവർ എഴുന്നേറ്റ് വരും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ഒരു ക്രിസ്തീയമായ വലിയ പ്രത്യാശ നമുക്ക് തന്നാണ് പെന്തക്കോസ്തിയുടെ അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം. പ്രാർത്ഥിക്കാൻ വിഷയമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ലേ? പ്രാർത്ഥിക്കാൻ വിഷയങ്ങളുണ്ടോ? ഇനിയുള്ള ഒരാഴ്ച മുഴുവൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. തനിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കണം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ ഭാവിയിൽ സത്യം, ധർമ്മം, നീതിയുള്ള ഒരു രാഷ്ട്രം ഉണ്ടാവണം, നിലനിൽക്കണം. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് സത്യവും ധർമ്മവും നീതിയും. അതുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. ജനങ്ങളെ അതിനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കേരളത്തിലെ എല്ലാ സഭകൾക്കും പ്രശ്നങ്ങളാണ്. എല്ലായിടയിലും സാത്താൻ നുഴഞ്ഞു കയറി ഇതിനെ പൊട്ടിക്കുന്നത് പോലെ നമുക്ക് തോന്നണം. ആരെ വിഴുങ്ങേണ്ടി വന്ന് സാത്താൻ നിൽക്കുന്നെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ദൈവത്തിൻ്റെ തിരുസഭ വലിയ ദുർഘടമായ കാലത്തിലൂടെ പോകും. പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ വിശ്വാസം ത്യജിക്കുന്ന ഒരു കാലത്തിൽ വളരുന്നു. ഒരു വീട്ടിലെ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കണം. തമ്പുരാനെ കനിയുണ്ടാവണമേ, കാക്കണമേ, ആത്മാവിനെ ശക്തി ധരിച്ച് ബലം ധരിക്കണം. ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലെ കണ്ടം കൃഷിക്കൊക്കെ പോകുമ്പോൾ വിത്ത് മുളപ്പിക്കുന്നത് 22.5 നാഴിക ഉണങ്ങിയ വിത്ത് നെല്ല് ചെമ്പിനകത്തിട്ട് വെള്ളമൊഴിച്ച് കാത്തിരിക്കും. പിന്നീട് അത് ചാക്കുകളിൽ കെട്ടി വരിഞ്ഞു മുറുക്കി കച്ചിയും ചാക്കും കൊണ്ട് പൊതിഞ്ഞ് ഭാരം അതിൻ്റെ മുകളിൽ വെച്ച് 3 ദിവസം കാത്തിരിക്കും. പിന്നെ ആ ചാക്കുകളെല്ലാം വീണ്ടും നീരണിയിക്കും. 2 ദിവസം കൂടെ കഴിയുമ്പോൾ പുതിയ നാമ്പ് പുറത്തേക്ക് വരും. എൻ്റെ ഒരു ചിന്തയിൽ അറയിൽ കിടക്കുന്ന വിത്ത് പോലെയാണ് മർത്തമക്കാർ. പരിശുദ്ധാത്മാവ് പുറത്തോട്ട് വരുന്നത് ഉണ്ടോന്ന് തന്നെ സംശയമുണ്ട്. ഇല്ല എന്ന് വരെ വീണ്ടും പോയി മുങ്ങും. എങ്ങനെ കിട്ടുമെന്ന് ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ, ചോദിപ്പീൻ, ചോദിച്ചാൽ ബാക്കി എന്താ? നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, അപേക്ഷിച്ചാൽ എന്ത് കിട്ടും? അപേക്ഷിച്ചാൽ എന്ത് കിട്ടും? വേദവസ്തം വായിക്കും. പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി തരുമെന്നായി. സോ പവർഫുള്ളി.
ഈ ആത്മാവിൻ്റെ പ്രവർത്തനം എൻ്റെ ഉള്ളിൽ കാണാൻ ദൈവമേ തടസ്സങ്ങളൊക്കെ നീക്കി നീ ഞങ്ങളുടെ സഭമേൽ ആവസിപ്പിച്ചു നിന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ തക്കവണ്ണം, ശക്തി ധരിക്കാൻ തക്കവണ്ണം, പുറത്തേക്ക് വരാൻ തക്കവണ്ണം, ജീവനുള്ളതായി തീരാൻ തക്കവണ്ണം സഹായിക്കാം. വീട് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയണം. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം ആ വീട്ടിൽ പരിശുദ്ധാത്മാവുണ്ടോ ഇല്ലയോ. നട്ടുച്ചയ്ക്ക് പോലും ബെഡ്ഷീറ്റ് മടക്കാത്ത വീടുകളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ആത്മാവുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, ഈ വീടിൻ്റെ ഓർഡർ ശരിയാണോ എന്നുള്ളത്. പരിശുദ്ധാത്മാവുള്ള ഒരുവനെ കാണുമ്പോൾ നമുക്കറിയാം ഇവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധ കന്യമറിയാമ എലിസബത്തും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് കാണുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കാണിക്കാനും പകർന്നെടുക്കാനും കഴിയും. ഉറഞ്ഞു കിടക്കുന്ന ഈ ജീവന്റെ അംശം പുറത്തേക്ക് വരുവാൻ ദൈവമേ ശക്തി, ബലം, കൃപ തരണമേ. അതുകൊണ്ട് ഈ വരുന്ന ആഴ്ച മുഴുവൻ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ വലിയ ആഘോഷം നടക്കുമ്പോൾ അഗ്നി പോലെ തലയിൽ തീ കത്തുന്ന അനുഭവം ഉണ്ടാകാൻ തക്കണം. ആത്മാവിൻ്റെ ബലത്തോടുകൂടി ജീവിക്കാൻ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തക്കണം. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേലുള്ളത് അത് തിരിച്ചറിയാൻ തക്കണം. കർത്താവെ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥന. ഒന്നാമത്തെ വാഗ്ദത്തം പൂർത്തിയായി, രണ്ടാമത്തെ വാഗ്ദത്തം നടന്നില്ല. എന്താണ് രണ്ടാമത്തെ വാഗ്ദത്തം? എന്തായിരുന്നു? വീണ്ടും വരും. എന്തുകൊണ്ടാണ് കർത്താവ് വീണ്ടും വരാത്തത്? എന്തുകൊണ്ടാണ് ഈ വരവ് താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ താമസം? പത്രോസ് അപ്പോസ്തലനാണ് നമ്മെ അവിടെയും പഠിപ്പിക്കുന്നത്. എല്ലാവരും യേശുവിനെ അറിയാം, അപ്പോൾ മാത്രം അവസാനം ഉണ്ടാകും. കർത്താവ് വരാൻ താമസം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെതായ ഒരു സമയമാണ്. ദൈവം ഒരു മനുഷ്യനായി ജനിക്കാൻ തന്നെ സമയമുണ്ടായിരുന്നു. കാലത്തിൻ്റെ തികവെങ്കിൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കാലത്തിൻ്റെ തികവെങ്കിൽ ദൈവം കന്യകയുടെ മകനായി ഒരു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു. അതിന് ദൈവത്തിൻ്റെ ഒരു സമയമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി സഭയും ഒരുക്കത്തോടുകൂടി ഇരിക്കാൻ. യേശു വരികയില്ലാന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, വന്നു പോയവരുണ്ടെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് എൻ്റെ അപ്പൻ്റെ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളാരും ചിന്തിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു ഇത് അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്നവരുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. യേശു വരും. വരവിനായി ഒരുങ്ങുന്ന ഒരു സമൂഹമായിരിക്കണം സഭ. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, കർത്താവെ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നോക്കിപ്പാർക്കും. ഇത് അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസം. യേശുവിനെ അറിയാത്തൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ടെന്നൊരു ഭാരം നമുക്കുണ്ടാവുന്നു. സഭയുടെ പ്രധാന ജോലിയാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. യേശു ദൈവമാണ്, യേശു രക്ഷകനാണ്, യേശു കർത്താവാണ്. ഇതറിയുന്ന ആളുകളെ കൊണ്ട് ലോകം നിറയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പീഡകൾ വർദ്ധിച്ചു വരുന്നത്. ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടുന്നു, കൊല്ലപ്പെടും. വിശ്വാസം ത്യജിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നു. അവിടെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവ് മാത്രമാണ് തരുന്നത്. ആ വലിയ കൃപയിൽ മുതിർന്നു വരുവാനും പിടിച്ചു നിൽക്കാനും ദൈവമേ നിന്റെ ആത്മാവിനെ എടുത്തു കളയരുതേ. അതിൽ ശക്തി പ്രാപിച്ച് ബലം ധരിച്ച് ഉയർപ്പിൻ്റെ സന്ദേശവാഹകരായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥന. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നടക്കുന്ന മറ്റൊരു കൂദാശയാണ് കുമ്പസാര. കുമ്പസാര ഒരു തുറന്ന പുസ്തകമാണ്. തുറന്ന പുസ്തകം കാണിക്കുമ്പോൾ ദൈവം പറയും, ഇവിടെ തെറ്റിപ്പോയി, ഇവിടെ തെറ്റിപ്പോയി, ഇവിടെ വീണുപോയി, ഇവിടെ നിന്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ ദൈവത്തോട് പറയും, ശരിയാണ് കർത്താവേ എന്ന് പറയുന്നതാണ് കുമ്പസാരം. ശരിയാണ് കർത്താവേ. പാപബോധം തരുന്ന ദൈവമാണ്, സ്വയമല്ല. ഒരു മനുഷ്യർക്കും തോന്നത്തില്ല തെറ്റിപ്പോയെന്ന്. ദൈവം തോന്നിക്കുമ്പോഴാണ്
തെറ്റി എന്ന് നാം മനസ്സിലാക്കുന്നു, ഏറ്റുപറയാൻ നമ്മെ അനുവദിക്കുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം ക്രമപ്പെടുത്തിയതാണ് ഈ കുമ്പസാരം. ഇപ്പം ഈ പവർ കൊണ്ട്, ഇലക്ട്രിസിറ്റി വന്നുകൊണ്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. സർക്യൂട്ട് മുറിഞ്ഞു പോകുമ്പോൾ നാം ഒരു ചെറിയ കമ്പി കൊണ്ട് വീണ്ടും അത് കൂട്ടിക്കും. അപ്പോൾ സർക്യൂട്ട് പുനഃസ്ഥാപിക്കും. കുമ്പസാരം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ തിരിച്ചു വന്ന് ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ ദൈവം ബന്ധം പുനഃസ്ഥാപിക്കാൻ സഹായിക്കും. അതാണ് കുമ്പസാരം. അങ്ങനെ കർത്താവിനുള്ള ബന്ധത്തിൽ അകന്നുപോയത്, പരിശുദ്ധാത്മാവിനെ മറന്ന് ജീവിച്ചു പോയത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ പോയത്, സ്വയശക്തിയിൽ ആശ്രയിച്ചു പോയത് എല്ലാം ദൈവത്തോട് ക്ഷമ ചോദിച്ചു. എനിക്ക് തന്ന ആത്മാവിനെ ഞാൻ തിരിച്ചറിയാതെ പോയത് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കും. ആത്മാവിന് ശക്തി തന്നെ, ആത്മാവിൻ്റെ വരങ്ങൾ പ്രാപിപ്പാൻ കർത്താവെ, ദൈവമേ, രക്ഷക തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും.